കെ.എസ്.ആർ.ടി.സി ലോ ഫ്ലോർ ബസ് ഇടിച്ച് തകർന്ന തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയിട്ടും അനാച്ഛാദനം വൈകുന്നതിൽ പ്രതിഷേധവുമായി കോൺഗ്രസും ബി.ജെ.പിയും. ബി.ജെ.പി കൌൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് പ്രതീകാത്മകമായി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു. ഈ മാസം 1-ാം തീയതി കോർപ്പറേഷൻ മേയർ അനാച്ഛാദനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സിപിഐയുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ജെയ്സൺ ചാമോളപ്പിലിന്റെ റിപ്പോർട്ടിലേക്ക്. മാസങ്ങൾക്ക് മുമ്പാണ് ശക്തൻ നഗറിലെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ ലോ ഫ്ലോർ ബസ്സിടിച്ച് തകരുന്നത്. അതിനുശേഷം അത് പുനർനിർമ്മിച്ചു. ഏതാണ്ട് ഒരു മാസത്തിലധികമായി അതിവിടെ സ്ഥാപിച്ചിട്ട് പക്ഷേ അനാച്ഛാദനം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കൊണ്ടുവച്ചതും എനിക്കറിയില്ല. പിന്നെ ഒരു സംരംഭം അവിടെ വെച്ചതിന് ശേഷം ഒരു മാസം സമയം കഴിഞ്ഞു. ജൂൺ മാസം കഴിഞ്ഞപ്പോൾ 8 മാസം കഴിഞ്ഞു ഫെബ്രുവരി. എൻ്റെ കൗൺസിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ മേയറെ ഇത് കെട്ടിപ്പൊഞ്ഞ് വെച്ചേക്കണേ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി എനിക്ക് പറയണ്ടേ. അപ്പം ഞാനൊരു പെർട്ടിക്കുലർ ഡേ വെച്ചു. കാരണം എന്താ, ഇത് തുറക്കണ്ടേ. അപ്പോൾ ഞാൻ ഫെബ്രുവരി 1 തുറക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമായിരുന്നത്. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന MLAയുടെ ഫണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അനാച്ഛാദനം നടത്തുമെന്ന് കോർപ്പറേഷൻ മേയർ പ്രഖ്യാപിച്ചു. പക്ഷേ അതും നടന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് നേരത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നത്. ഇപ്പോൾ ബി.ജെ.പി അത് പ്രതിഷേധ സൂചകമായി തന്നെ അനാച്ഛാദനം നിർവഹിച്ചിരിക്കുകയാണ്. നമുക്ക് ബി.ജെ.പിയുടെ തൃശ്ശൂർ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. എന്താ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? കഴിഞ്ഞ ജൂൺ 9-ാം തീയതി കാലങ്ങളായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ശക്തൻ്റെ പ്രതിമ കഴിഞ്ഞ ജൂൺ 9-ാം തീയതിയാണ് ലോ ഫ്ലോർ ബസ് ഇടിച്ച് തകർന്നത്. പക്ഷേ അത് പുനഃസ്ഥാപിക്കാൻ നിരന്തരം സമരങ്ങളിലൂടെ മേയറോട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതിരുന്നപ്പോഴാണ് വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ നിർബന്ധിതമായ അദ്ദേഹം. 2 ആഴ്ചയായി ഇത് സ്ഥാപിച്ചത്. ആ സ്ഥാപിച്ചിട്ട് 2 ആഴ്ചയായിട്ട് തുറന്നു കൊടുക്കാൻ കോർപ്പറേഷൻ മേയർ തയ്യാറായില്ല. വൈകാൻ കാരണം എന്താ പറയണേ? വൈകാൻ കാരണം പറയുന്ന അവരുടെ ഉൾപാർട്ടി പോര് തന്നെയാണ് അതിന് ഉദാഹരണം. കാരണം CPI അറിയിച്ചില്ല, CPIയുടെ മന്ത്രിമാരെ അറിയിച്ചില്ല, CPIയുടെ കൗൺസിലർമാരെ അറിയിച്ചില്ല. കൗൺസിൽ ഇത് പറയാതെ കൗൺസിലർമാരെ പോലും അറിയിച്ചിട്ടില്ല 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം. ഏതായാലും പ്രതിഷേധത്തിന്റെ രൂപത്തിലാണെങ്കിൽ പോലും അത് അനാച്ഛാദനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വീണ്ടും കോർപ്പറേഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി ഒരു റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.